എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടവൂർ മുതൽ നീണ്ടകര പാലം വരെയുള്ളതാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഫ്ലൈ ഓവർ വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ഫ്ലൈ ഓവറുകളെ അപേക്ഷിച്ച് ഈ ഭാഗത്ത് വളരെ ഉയരത്തിലുള്ള ആറിയ വാൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. നാഷണൽ ഹൈവേ 183 കൊല്ലം ഡിണ്ടിഗൽ ഹൈവേ ആണ് ഈ ഫ്ലൈ ഓവറിനടിയിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോപ്പ് കോൺക്രീറ്റും കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ആയിട്ടുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമാണുള്ളത്. ഫ്ലൈ ഓവറിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള വർക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായി നോട്ട് ചെയ്ത ഒരു കാര്യം, സർവീസ് റോഡുകളിൽ പല ഭാഗങ്ങളിലും വീതി കുറവാണ്, ചില ഭാഗങ്ങളിൽ വീതി കൂടുതലാണ്. സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടായ പിശകായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നീരാവിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. നീരാവിൽ പാലത്തിൽ എത്തുന്നതിന് മുമ്പായി ലെഫ്റ്റ് സൈഡിൽ ഒരു എൻട്രി പോയിൻ്റ് കാണാം. ഇവിടെ ഈ മണ്ണ് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ പുറകുവശത്താണ് ആ ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. നീരാവിൽ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രാഷ് ബാരിയർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കൂടാതെ പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ പൊളിച്ചു മാറ്റാനും ഉണ്ട്. മങ്ങാട് പാലം നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് നീരാവിൽ പാലവും നിർമ്മിക്കുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 വരി പാത നിലനിർത്തിക്കൊണ്ട് പുതുതായിട്ടൊരു 4 വരി പാത നിർമ്മിച്ച് ഈ പാലത്തിനോട് ചേർന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പാലത്തിന് 2 സൈഡുള്ള അപ്രോച്ച് റോഡിൽ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ 3 പാലങ്ങളിലും സർവീസ് റോഡ് ഉണ്ടാവുന്നതല്ല. നീരാവിൽ പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഓരോ എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും നിർമ്മിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെയും അല്പം താഴ്ചയുള്ള പ്രദേശമാണ്. ഈ ഭാഗത്ത് ആറിയ വാൾ ഉയർത്തിയതിന് ശേഷം മണ്ണ് നിറച്ചാണ് ഇവിടെയും മെയിൻ റോഡ് നിർമ്മിക്കുന്നത്. ഈ ഭാഗത്ത് മെയിൻ റോഡ് സർവീസ് റോഡിനേക്കാളും അല്പം താഴ്ന്നാണ് കടന്നു പോകുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഴയ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരുന്ന ടോൾ പ്ലാസ കംപ്ലീറ്റായി പൊളിച്ച് മാറ്റി അവിടെ ഇപ്പോൾ ആറി വാൾ ഉപയോഗിച്ച് കെട്ടി ഉയർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട്.
കുരീപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള അണ്ടർപാസാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കടമ്പാട്ട് കോണത്ത് നിന്ന് കാവനാടേക്ക് വരുമ്പോൾ പല അണ്ടർപാസുകൾ നമ്മൾ കണ്ടു. അതിൽ കറക്റ്റായ അണ്ടർപാസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. ഇവിടെ അല്പം ചരിച്ചാണ് അണ്ടർപാസ് ചെയ്തിരിക്കുന്നത്. 2 ഡയറക്ഷനിലേക്കുമുള്ള വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് കറക്റ്റായിട്ടുള്ള അണ്ടർപാസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ അണ്ടർപാസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള റോഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നീരാവിൽ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മെയിൻ റോഡിലാണ്. അതുകൊണ്ടാണ് അതുവഴിയുള്ള വാഹനങ്ങൾ കടത്തിവിടാത്തത്. വലിയ ക്രെയിനുകളുടെ സഹായത്തോടു കൂടി ഈ ഗർഡറുകൾ ഇപ്പോൾ കുരീപ്പുഴ കാവനാട് പാലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു ഗർഡർ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കുരീപ്പുഴ കാവനാട് പാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും 6 ഗർഡർ വെച്ചുള്ള 4 വരി പാതയാണ് നിർമ്മിക്കുന്നത്. മങ്ങാട് പാലത്തിൽ എങ്ങനെയാണോ നിർമ്മിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും നിർമ്മിക്കുന്നത്. ഏകദേശം പകുതി ഭാഗം വരെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഗർഡർ ലോഞ്ചിങ് നടക്കുകയാണ്. ഇവിടെയും മങ്ങാട് പാലത്തിൽ ഉപയോഗിച്ചതുപോലെ ഹെവി ബീം ലിഫ്റ്റിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഗർഡറുകൾ ഈ മെഷീനിൽ കണക്ട് ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പഴയ പാലത്തിൻ്റെ 2 വരിയും പുതിയ പാലത്തിൻ്റെ 1 വരിയും കഴിഞ്ഞതിന് ശേഷം ഇതിനിടയ്ക്ക് ഒരു ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നുണ്ട്. ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇനിയുള്ള വർക്ക് ക്രാഷ് ബാരിയറിൻ്റേതാണ്. കൂടാതെ പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ചില ഭാഗങ്ങളിൽ അത് പൊളിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ടോട്ടൽ 6 വരി പാത വരും. ഈ ഭാഗത്തും സർവീസ് റോഡുകളില്ല. കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പണിഞ്ഞു വച്ചിരിക്കുന്ന ഗർഡറുകൾ മങ്ങാട് പാലത്തിൽ ചെയ്തതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിന് സമാനമായ ട്രാക്കിലൂടെ കൊണ്ടുവന്നാണ് ഹെവി മെഷീനിൽ കണക്ട് ചെയ്ത് ലോഞ്ച് ചെയ്യുന്നത്.
ഇവിടെ നിന്ന് നേരെ പോകുന്നത് കാവനാട് പാലത്തിന് അടുത്തേക്കാണ്. കാവനാട് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും കാണും. അത് എവിടെയാണെന്നുള്ളത് നിർമ്മിച്ചിട്ടില്ല. കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിനും കൊല്ലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തൊന്നും കൂടുതൽ വർക്ക് പുരോഗമിച്ചിട്ടില്ല. ഓടയുടെയും ചില ഭാഗത്ത് സർവീസ് റോഡുകളുടെയൊക്കെ നിർമ്മാണം നടന്നിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ റീച്ച് ഇവിടെ വരെയാണ്. കണമ്പാട്ട് കോണത്തു നിന്നും കാവനാട് വരെയുള്ള റീച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ മുതൽ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. കംപ്ലീറ്റായി ഓപ്പണായി കൊടുത്തിട്ടില്ല. ഇപ്പോൾ നീണ്ടകര പാലത്തിനടുത്തേക്കാണ് പോകുന്നത്. നീണ്ടകര പാലത്തിൽ പുതിയ 2 പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റുന്നില്ല, അത് സർവീസ് റോഡായി ഉപയോഗിക്കുന്നുണ്ട്. പഴയ പാലത്തിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഈ ഭാഗത്ത് പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗർഡർ ലോഞ്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീണ്ടകര പാലത്തിൽ നല്ല ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് വാഹനം നിർത്തി വീഡിയോ എടുക്കുന്നത് അല്പം പ്രയാസമാണ്. ഇവിടെ കുറച്ച് ഗർഡറുകൾ ലോഞ്ച് ചെയ്തതായി നിങ്ങൾക്ക് കാണാം. ഏകദേശം പകുതിയോളം ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഗർഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നീണ്ടകര എത്തുമ്പോൾ അവിടെ സെപ്പറേറ്റ് 2 അണ്ടർപാസുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. 2 പാലങ്ങളും വന്ന് അവസാനിക്കുന്നത് ഈ ഒരു അണ്ടർപാസിലാണ്.
ഈ അണ്ടർപാസിന് അടിയിൽ കൂടെ വേണം പഴയ പാലത്തിലേക്ക് നമുക്ക് പോകാനുള്ളത്. ഓരോ അണ്ടർപാസിലും സെപ്പറേറ്റ് ആറി വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മണ്ണിട്ട് നികത്തുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് വഴിയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് റോഡിൻ്റെ മറുവശത്തെ കാര്യങ്ങൾ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ അത് ശ്രദ്ധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.